പാർട്ടി ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് സാഹചര്യങ്ങൾ അതിനെയൊക്കെ വി.ഡി. സതീശൻ വിസ്മയമാക്കി അവതരിപ്പിക്കുകയാണ്. ഇനിയും വേണോ വിസ്മയം എന്നൊക്കെ മാധ്യമങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മുതിർന്ന നേതാവ് വിമതനാകുന്ന ഒരു സാഹചര്യമൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ പാർട്ടിക്ക്? ഇതിപ്പോ ഒരു കാലത്തിന്റെ മാറ്റമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പൊതുവായി കുറെ മാനദണ്ഡങ്ങളുടെ ഭാഗമായിട്ടാണ്. ടി.കെ. ഗോവിന്ദന്റെ കാര്യമാണ് നിങ്ങൾ ചോദിച്ചത്. അതിൽ തളിപ്പറമ്പ് മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചത്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ അവിടെ ഒരു മഹിള മത്സരിക്കട്ടെ എന്നാണ് പൊതുവിൽ കണ്ടത്. അതിൻ്റെ ഭാഗമായി അവർ തീരുമാനിക്കുമ്പോൾ ആ തളിപ്പറമ്പ് മണ്ഡലത്തിൽ തന്നെയുള്ള തളിപ്പറമ്പിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ദീർഘകാലമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പി.കെ. ശ്യാമള ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൽ ദീർഘകാലം പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലക്ക് എനിക്ക് സീറ്റ് ലഭിക്കേണ്ടതായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. അതിനെപ്പറ്റി തന്നെ അദ്ദേഹം പിന്നീട് പറഞ്ഞത്, ആലോചിക്കുന്ന യോഗത്തിൽ ഒരാളും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല എന്ന പരാതിയും അദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ നമ്മൾ ഓരോരുത്തരും യോഗ്യരാണ് എന്ന് അവരവർ കണക്കാക്കിയാൽ മാത്രം പോരാലോ. മറ്റുള്ളവർക്കും ആ സ്ഥാനത്തേക്ക് പറ്റിയ ആളാണ് ഇദ്ദേഹം എന്നൊരു തോന്നൽ ഉണ്ടാകണ്ടേ. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആ തോന്നൽ ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. മറ്റെന്തെങ്കിലും ഒരു വിഭാഗീയതയുടെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യമല്ല, അത് സ്വാഭാവികമായിട്ടുണ്ടായ ഒരു കാര്യമാണ്. ഏതായാലും മഹിള എന്ന നിലക്ക് ശ്യാമള ടീച്ചറെ നിശ്ചയിച്ചതിനോട് അദ്ദേഹത്തിന് യോജിക്കാൻ കഴിഞ്ഞില്ല. അതിന് അദ്ദേഹം കണ്ടെത്തിയ മാർഗം UDF-മായി ബന്ധപ്പെടുക, അതിൻ്റെ ഭാഗമായി അവരുടെ പിന്തുണയോടെ സ്ഥാനാർത്ഥിയാവുക എന്നാണ്. യഥാർത്ഥത്തിൽ പാർട്ടിയെ തകർക്കുന്നതിനുള്ള ശത്രുവിൻ്റെ കയ്യിലെ കോടാലിക്കൈയായി മാറിയിരിക്കുകയാണ് ടി.കെ. ഗോവിന്ദൻ എന്ന പഴയ കമ്മ്യൂണിസ്റ്റ്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങിപ്പോൾ പറഞ്ഞു, അങ്ങയുമായി സംസാരിച്ചു എന്നൊക്കെ അദ്ദേഹം പലതവണ ആവർത്തിച്ചുകൊണ്ടാട്ടോ ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഇപ്പോൾ പി.കെ. ശ്യാമള ടീച്ചറിന്റെ ഒരു യോഗ്യതയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയിലാണെങ്കിലും പോഷക സംഘടനകളിലുമായാലും ഒക്കെ കുറെ കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന പ്രവർത്തിച്ചു വരുന്ന ഒരാൾ തന്നെയാണ്. മാത്രമല്ല തളിപ്പറമ്പ്, ആന്തൂര് ഇവിടെയൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗമായി, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ട് പദവികൾ വഹിച്ചിട്ടുള്ള ആളുമാണ്. പക്ഷേ ഗോവിന്ദ മാസ്റ്റർ മാറുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയാണ്. ഭാര്യയെ പകരം കൊണ്ടുവന്നു എന്നൊരു ആരോപണം ഉയർത്താൻ നമ്മളൊരു അവസരം കൊടുത്തോ എന്നൊരു സംശയം. സുകന്യ ടീച്ചർ ഉണ്ടായിരുന്നു അവിടെയല്ല, സുകന്യ തളിപ്പറമ്പിലല്ല. പരിഗണിക്കാമായിരുന്നില്ലേ? അങ്ങനെ പല പേരുകൾ ഉണ്ടാവുമല്ലോ. തളിപ്പറമ്പിൽ തന്നെയുള്ള ആളെയാണല്ലോ ആദ്യം പരിഗണിച്ചത്. തളിപ്പറമ്പിൽ തന്നെയുള്ള ആളെ അവര് പരിഗണിച്ചപ്പോൾ ആ പേരിലേക്ക് എത്തി എന്നുള്ളതേ ഉള്ളൂ. മറ്റു പേരുകൾ ധാരാളം പേരുകൾ കാണുമല്ലോ. ഇവിടെ പി.കെ. ശ്യാമള എന്ന് പറയുന്ന അവരെ കാണുന്നത് ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയായിട്ട് മാത്രമല്ല, അവര് കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ DYFIയുടെ പ്രവർത്തകയായിരുന്നു, പാർട്ടിയുടെ ഭാഗമായിരുന്നു, പാർട്ടിയുടെ അംഗത്വം ഉണ്ടായിരുന്നു, പാർട്ടിയിൽ സജീവമായിട്ടുണ്ട്, പാർട്ടി കമ്മിറ്റികളിൽ ഉണ്ടായിട്ടുണ്ട്, ക്രമാനുഗതമായി വളർന്നു വന്നിട്ടുണ്ട്, വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഗോവിന്ദ മാസ്റ്ററുടെ ഭാര്യയായിട്ട് കിട്ടിയതല്ല, അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലഭിച്ച കാര്യങ്ങളാണ്. അങ്ങനെയുള്ളൊരു ക്രമാനുഗത വളർച്ച എന്ന് മാത്രമേ ഇതിനെ കാണേണ്ടതായിട്ടുള്ളൂ. അക്കാര്യത്തിൽ ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് പോലെ MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയായി പോയി എന്നുള്ളത് കൊണ്ട് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അത് ശരിയായ രീതിയല്ല. അതെ. പക്ഷെ ഞാൻ അങ്ങയുടെ കാര്യത്തിൽ അതിൽ അങ്ങയെ അഭിനന്ദിക്കണമെന്ന്, എപ്പോഴെങ്കിലും നേരിട്ട് കാണുമ്പോൾ അഭിനന്ദിക്കണമെന്ന് ആഗ്രഹിച്ചത് അങ്ങ് ഒരിക്കൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു വാർത്താ സമ്മേളനത്തിലാണ് പറഞ്ഞത്, എന്റെ മകന് ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്നത് പോലും അറിയില്ല എന്ന്. അപ്പോൾ കുടുംബം എവിടെ നിൽക്കണം എന്നുള്ളൊരു കരുതൽ അങ്ങ് കൃത്യമായിട്ട് തന്നെ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജാഗ്രത താങ്കളും താങ്കളുടെ കുടുംബവും മാത്രം പാലിക്കേണ്ട ഒന്നാണോ? ജനപ്രതിനിധികൾ എല്ലാവരും പാലിക്കേണ്ട, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരും പാലിക്കേണ്ട ഒരു മര്യാദയല്ലേ? അങ്ങയുടെ ആ ഒരു പ്രവർത്തനത്തെ അഭിനന്ദിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ചോദ്യം. അങ്ങനെയല്ല, നമ്മുടെ രാഷ്ട്രീയത്തിൽ ആളുകൾ വരുന്നത് രാഷ്ട്രീയത്തിൽ വരാനുള്ള താല്പര്യത്തെ മുൻനിർത്തിയാണ്. ഇപ്പോൾ ഞാനായാലും മറ്റേതൊരാളായാലും രാഷ്ട്രീയ രംഗത്തുള്ളയാൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാകുന്നയാൾ, എൻ്റെ തലമുറക്ക് മുൻപായാലും അതിന് ശേഷമായാലും വിവിധ ഘട്ടത്തിലുള്ള എതിർപ്പുകൾ, ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അങ്ങനെയെല്ലാമുള്ള ഒരു പാർട്ടിക്കകത്തേക്ക് കടന്നു വരാൻ ധാരാളം ചെറുപ്പക്കാർ സന്നദ്ധരാകുകയായിരുന്നു. ആ ചെറുപ്പക്കാർ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ
അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുന്ന അച്ഛനും അമ്മയും കാണും, സ്വാഭാവികമായിട്ട്. കാരണം ഒരുപാട് എതിർപ്പുകൾ വരും, മറ്റ് എൻ്റെ മോനെന്താണ് സംഭവിക്കുക എന്നൊക്കെയുള്ള ആവൽ ചിന്തയുടെ ഭാഗമായിട്ട് എതിർപ്പുകൾ വരും. പക്ഷേ ആ ചെറുപ്പക്കാരൊക്കെ പാർട്ടിയുടെ ഭാഗമായി മാറിയല്ലോ. അവരുടെ ചിന്തയോടുകൂടി ചിന്തക്ക് അനുസരിച്ച് നിൽക്കുകയല്ലോ ചെയ്തത്. രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുന്നത് അവരുടെ താല്പര്യം കൂടി വെച്ചുകൊണ്ടാണ്. എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം വെച്ചാൽ അവർ രാഷ്ട്രീയ കാര്യങ്ങളിൽ അതീവ താല്പര്യത്തോടെ അങ്ങനെ സജീവ രാഷ്ട്രീയക്കാരായി മാറിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഒഴിഞ്ഞു നിന്നത്. എന്നാൽ സജീവ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയുണ്ട്, ഓരോ കുടുംബത്തിലുമുണ്ട്. അത് അവരുടെ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവരോട് നിങ്ങൾ സജീവ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകേണ്ടതില്ല എന്നൊരച്ഛനും അമ്മയും അവർ യഥാർത്ഥ രാഷ്ട്രീയക്കാരാണെങ്കിൽ പറയില്ല, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. അച്ഛൻ സജീവ രാഷ്ട്രീയമാണ്, അതുകൊണ്ട് മകന് സജീവ രാഷ്ട്രീയം പാടില്ല എന്ന് പറയാൻ പറ്റും. ഞാനിപ്പോൾ ഇന്നലെ കാണുകയുണ്ടായി, ഒരു ലോക്കൽ സെക്രട്ടറി എന്നെ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതാണ്. അപ്പോൾ ക്ഷണിക്കാൻ വന്നപ്പോൾ മകൻ്റെ കല്യാണമാണ്, ആ മകൻ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ഇതാണ് അവസ്ഥ. അത് ആ മകൻ വരുന്നത് ലോക്കൽ സെക്രട്ടറി മകനായതുകൊണ്ടല്ല, അയാളുടെ പ്രവർത്തനത്തിലൂടെ ലോക്കൽ കമ്മിറ്റിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതാണ് കാണുന്നത്. വിവിധ തലങ്ങളിലുള്ള അത്തരം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ പ്രവർത്തനത്തിലൂടെയാണ് അംഗീകാരം നേടുന്നത്, അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വളർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുടുംബാംഗങ്ങളെയാണ് കാണാൻ പറ്റുക. എൻ്റെ മകനെക്കുറിച്ച് ഞാൻ പറയാനിടയായത് അവനെ പറ്റി ഒരു ആരോപണം വന്ന ഘട്ടത്തിലാണ്. ആ ആരോപണം വന്ന ഘട്ടത്തിൽ പിന്നെ അത് ഞാൻ പറഞ്ഞത് വസ്തുതാപരമാണ്. ആ വിദ്വാൻ പിന്നെ അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ക്ലിഫ് ഹൗസിൽ ചെലവഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആലങ്കാരികമായിട്ട് എത്ര മുറിയുണ്ടെന്ന് പോലും അയാൾക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത്. അതൊരു പ്രത്യേക കേസാണ്. ആ കേസല്ല എല്ലാവരുടെയും കാര്യത്തിലുണ്ടാവുക. അതെ, അങ്ങ് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും അങ്ങയെ നേരിട്ട് ആക്രമിക്കാൻ പറ്റില്ലെങ്കിൽ ഒന്നുകിൽ മകളെ ആക്രമിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് അങ്ങയുടെ മകളുടെ ഭർത്താവ് മരുമകൻ ശ്രീ പി എ മുഹമ്മദ് റിയാസ് ചെറുപ്പം മുതൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു വന്ന് തന്റേതായ ഒരു സ്ഥാനം നേടിയതിനു ശേഷമാണ് അങ്ങയുടെ മകളെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഒരു വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു അയോഗ്യതയായി കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെതായ മെറിറ്റ് ഉള്ള ആളാണ്. പക്ഷെ ആ മെറിറ്റിനെ അങ്ങ് ഡിസ്ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ഈ മരുമകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ആളുകളോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിന്റെ ഉദ്ദേശം എന്നെ ഏതെങ്കിലും തരത്തിൽ എഴുത്തി കാണിക്കാൻ പറ്റുമോ നോക്കലാണ്. അതിനുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമാണ്. പിന്നെ റിയാസും രാഷ്ട്രീയത്തിന്റെ ഭാഗമായതുകൊണ്ട് അയാളെയും സ്വാഭാവികമായിട്ട് ലക്ഷ്യമിടും. അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ നടത്തുന്നതേ ഉള്ളൂ. അതതിന്റെ വഴിക്ക് നടക്കും. നമ്മളത് ആലോചിച്ചിട്ട് വേവലാതിപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. അമ്പലപ്പുഴ വഴി അങ്ങൊന്ന് പോയിരുന്നെങ്കിൽ ഒരു പ്രശ്നം തീർന്നേനെ. അമ്പലപ്പുഴയിൽ ഞാൻ പോയാൽ തീരുന്ന പ്രശ്നമായിരുന്നില്ല. നേരത്തെ തന്നെ ആലോചനയിൽ ഏർപ്പെട്ടു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ചർച്ചയിലായിരുന്നു എന്നാ വേണം സംശയിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. പെട്ടെന്ന് വയ്യാതെ കിടന്നപ്പോൾ എനിക്ക് തോന്നുന്നു, കാല് വയ്യാതെ കിടന്നപ്പോഴൊക്കെ അങ്ങ് അവിടെ പോവുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടതാണല്ലോ. അന്നൊന്നും ഒന്നും പറഞ്ഞില്ല. അല്ല, അന്നൊന്നല്ല. ഒരു ഘട്ടത്തിലും സുധാകരനെ പറ്റി അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ വേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, മറ്റു തരത്തിൽ കാര്യങ്ങൾ നീക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഇപ്പോ വ്യക്തമാകുന്നത്. അതിൽ ഞങ്ങൾക്കൊരാശങ്കയില്ല. എനിക്ക് വിഷമം തോന്നിയോ? അല്ല, വിഷമം നമ്മുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ടയാളാകുന്നത് ഒരു ദിവസം കൊണ്ടല്ലല്ലോ, കുറേ നാളുകൾ കൊണ്ടാണ്. അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി വരുന്ന കാര്യമാണ്. ആ ആളുടെ സംഭാവന മാത്രമല്ല അയാളെ പാർട്ടി നേതാവാക്കുന്നത്. അയാളെ പാർട്ടി നേതാവാക്കാൻ പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഏത് മനുഷ്യനും വീഴ്ചകളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം. ആ വീഴ്ചകളെയും പോരായ്മകളെയും ഒരമ്മയുടെ മനോഭാവത്തോടെയാണ് പാർട്ടി തിരുത്തുക. ആ തിരുത്തൽ പല ഘട്ടത്തിൽ പല കാര്യത്തിലും ഉണ്ടായിട്ടുണ്ടാകും. അതിലൂടെയാണ് ഒരാൾ വളർന്നു വരുന്നത്. അങ്ങനെ വളർന്നു വന്ന ഒരാൾ പൂർണ്ണമായിട്ട് അമ്മയെ തള്ളിപ്പറയുന്ന അവസ്ഥ എന്ന് വരുമ്പോൾ, പാർട്ടിയെ തള്ളിപ്പറയുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അതൊരു വിഷമകരമായ കാര്യമാണ്. ആ വിഷമം സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ അങ്ങനെ ഒരാൾ നശിച്ചു പോയാൽ, ഒരു വഞ്ചന കാണിച്ച് വർഗവഞ്ചകനായി മാറിയാൽ, അതിൻ്റെ ഭാഗമായി പാർട്ടിക്ക് എന്തെങ്കിലും പോറലേൽക്കുമെന്ന് കരുതുന്നയാളല്ല ഞാൻ. പ്രത്യേകിച്ച് ആലപ്പുഴയിലെ പാർട്ടി എന്ന് പറയുന്നത് ഈ കേരളത്തിലെയും രാജ്യത്തിലെയും കമ്മ്യൂണിസ്റ്റുകാർക്ക് മാതൃകയാക്കാവുന്ന ഒരുപാട് ഗുണനിലങ്ങളുള്ള ഒരു പാർട്ടിയാണ്.
പുന്നപ്രവയലാറിന്റെ നാട് എന്ന് മാത്രമല്ല, എല്ലാ ഘട്ടത്തിലും ആ സ്മരണയോടെയുള്ള നിലപാടുകളാണ് അവർ സ്വീകരിക്കാറ്. ഒരു വ്യതിയാനത്തിനും ഒരു ഘട്ടത്തിലും ഇരയാകാത്ത ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരാശങ്കയില്ല ഈ കാര്യത്തിൽ. എക്സലാം തന്നെ വിജയിക്കും, ഒരു സംശയമില്ല. പോകുന്നുണ്ടോ? ഞാൻ പോകുന്നുണ്ട്, നല്ല നിലയിൽ വിജയിക്കും, ഒരു സംശയവും ആ കാര്യത്തിലില്ല. അവസാനിപ്പിക്കാനുള്ള ഒരു സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല നിർദ്ദേശങ്ങളൊക്കെ വന്നു.